നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഫാസ്ടാഗ് എന്ന പേരിൽ സിയാൽ നടത്തുന്ന കൊള്ളയെപ്പറ്റി ന്യൂസ് കാർഡ് ജനങ്ങളിലേക്ക് വാർത്ത എത്തിച്ചിരുന്നു. ആ വാർത്തയ്ക്ക് ശേഷവും സ്വകാര്യ വാഹനങ്ങൾക്കും ടൂറിസ്റ്റ് വാഹനങ്ങളുടെയും പരാതികൾ ഏറി വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലുതും തിരക്കേറിയ വിമാനത്താവളവുമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 1 മുതൽ വാഹനങ്ങളുടെ പ്രവേശനത്തിനും പാർക്കിംഗും കൂടുതൽ സുതാര്യമാക്കാനായി സിയാൽ ഫാസ്ടാഗും സ്മാർട്ട് പാർക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഇതനുസരിച്ച് വാഹനങ്ങൾക്ക് നീണ്ട ക്യൂവും കാത്തുനിൽപ്പും ഒഴിവാക്കി വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാം എന്നതാണ് ഏറ്റവും വലിയ ഗുണം. എന്നാൽ ഈ സംവിധാനത്തെ മുതലെടുക്കുകയാണ് ഇപ്പോൾ അധികൃതർ. ഫാസ്ടാഗ് ഇല്ലാത്ത പക്ഷം വാഹനങ്ങളിൽ നിന്നും അമിതമായി പണം വാങ്ങുകയാണ് ഇക്കൂട്ടം. ആദ്യത്തെ 10 മിനിറ്റ് 60 രൂപയാണ് ഫീസെങ്കിൽ പിന്നീട് സമയം കൂടുന്നതിന് അനുസരിച്ച് ഇരട്ടിയിലേറെ പണം ഈടാക്കുന്ന അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത്. ഇത് യാത്രക്കാരെയും ടൂറിസ്റ്റ് വാഹനക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതനുസരിച്ച് വിമാനത്താവള ടാക്സികൾക്ക് ഏർപ്പെടുത്തിയ ഫാസ്ടാഗ് സംവിധാനത്തിൽ കുരുങ്ങി സ്വകാര്യ വാഹനങ്ങൾക്ക് ധനനഷ്ടമാണ് സംഭവിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തു കടക്കാൻ കഴിഞ്ഞാലും കൗണ്ടറിലെ തിരക്ക് മൂലം സമയം അവസാനിക്കുകയും തുക നൽകേണ്ടി വരികയും ചെയ്യുന്നു എന്നതാണ് പലരും പരാതിപ്പെടുന്നത്. എന്നാൽ ഇത്രയും പരാതികൾ വന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കാതെ ഈ കൊള്ള ലാഭത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. വിമാനത്താവളത്തിൽ ആളെ എടുക്കാനും ഇറക്കാനും എത്തുന്ന സ്വകാര്യ കാറുകൾക്ക് 10 മിനിറ്റ് സമയം സൗജന്യമാണ്. ആളെ എടുക്കുകയോ ഇറക്കുകയോ ചെയ്ത ശേഷം തിരികെ പോകാൻ സൗജന്യ സമയം അവസാനിക്കുന്നതിന് മുൻപ് എത്തിയാലും കൗണ്ടറിൽ വലിയ തിരക്കായിരിക്കും ഉണ്ടാവുന്നത്. തിരക്കുള്ളപ്പോൾ ഫീസ് അടയ്ക്കാതെ തന്നെ വാഹനങ്ങൾ കടത്തിവിടണം എന്ന ദേശീയപാതയിലെ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നും വാഹന ഉടമകൾ പരാതിപ്പെടുന്നു. ക്യൂവിൽ കിടക്കുന്ന സമയം കൂടി കണക്കിലെടുത്ത് 10 മിനിറ്റിൽ അധികമായി എന്ന് കാണിച്ച് ഫാസ്ടാഗിൽ നിന്ന് ചാർജ് ചെയ്യുകയാണ് ഇവർ. ഫാസ്ടാഗിൽ നിന്ന് പണം കുറയുന്നത് പലരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പാർക്കിംഗ് ഫീസ് പിടിക്കുന്നിടത്ത് ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പലപ്പോഴും തർക്കം ഉണ്ടാക്കാറുണ്ട്. ഒരു ദിവസം മുഴുവൻ പാർക്ക് ചെയ്യുന്നതിന് കാറുകൾക്ക് 250 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 350 രൂപയാക്കി വർദ്ധിച്ചതിലും യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. പുതിയ സംവിധാനം നിലവിൽ വന്നിട്ട് ഇത്രയും ആയതിനു ശേഷവും കൗണ്ടറിൽ തിരക്ക് കൂടുമ്പോൾ പണം വാങ്ങാതെ തന്നെ വാഹനങ്ങളെ കടത്തിവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സിയാൽ അധികൃതർ പറയുന്നു. ചില ബാങ്കുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫാസ്ടാഗുകൾ ദേശീയപാതയിൽ മാത്രം അംഗീകരിക്കുന്ന തരത്തിലാണ് ഉള്ളത്. ഏതാണ്ട് 30% ഫാസ്ടാഗുകൾ ഇത്തരത്തിലുള്ളതിനാൽ ഫീസ് പിടിക്കുന്നതിന് ചില സാങ്കേതികത്വ കരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കുന്നതിന് ശ്രമം നടത്തി വരികയാണെന്നും അധികൃതർ അറിയിച്ചു. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കൊച്ചി വിമാനത്താവളത്തിന്റെ അരികിൽ കൂടി പോയാൽ പോലും ഫീസ് ഈടാക്കുന്ന അവസ്ഥ ആണിപ്പോൾ ഉള്ളത്. മറ്റ് വിമാനത്താവളങ്ങളിൽ വാഹനങ്ങൾ അകത്ത് കയറി ഇറങ്ങുന്നതിന് പൈസ ഈടാക്കുന്നില്ലെങ്കിൽ അതേസമയം ഇവിടെ ഒന്ന് കയറണമെങ്കിലോ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പോലും അനാവശ്യമായ നൂലാമാലകളും പണപ്പിരിവ് കൊള്ളയുമാണ് നടത്തുന്നത്. സാമ്പത്തിക വർഷം ചരിത്രത്തിലെത്തുന്ന ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നേടിയ സിയാലാണിപ്പോൾ ഇത്തരത്തിൽ യാത്രക്കാരെ പിഴിയുന്നത്. 2022-23 സിയാലിന്റെ പ്രവർത്തന ലാഭം 521.50 കോടി രൂപയാണ്. ആദായം 267.17 കോടിയുമായിരുന്നു. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെയും വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഫാസ്ടാഗ് സംവിധാനം വന്ന 1 മാസം കഴിയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടമാകുമെന്നത് ഉറപ്പാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ടൂറിസ്റ്റ് ടാക്സി മേഖലകൾ ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴായിരുന്നു 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്. അതിനു പിന്നാലെ ഈ ഫാസ്ടാഗ് കൊള്ളയും കൂടി ആയപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കഞ്ഞികുടിയാണ് മുട്ടിക്കുന്നത്. ഇത്രത്തോളം ലാഭത്തിലുള്ള സിയാൽ മനഃപൂർവ്വം ടൂറിസ്റ്റ് ടാക്സി കാറുകളെ ഒഴിവാക്കാനായി നടത്തുന്ന ഈ തന്ത്രം ഏതോ വൻകിട ശക്തിക്ക് വേണ്ടി അവരുടെ പിടിപ്പുകേടിന് വേണ്ടി മറഞ്ഞു നിന്ന് ഒളിയമ്പ് എയ്യുകയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. വൻകിട ശക്തികൾക്ക് സിയാൽ ചുക്കാൻ പിടിച്ചാൽ സാധാരണക്കാരും ഇതുകൊണ്ട് അരിമേടിക്കുന്നവരും മുഴു പട്ടിണിയിലേക്ക് കടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോ എയർപോർട്ടിലേക്ക് കടക്കാൻ വേണ്ടി ഫീസ് ഈടാക്കുന്ന സ്ഥിതിക്ക് സിയാൽ അധീനതയിലുള്ള എയർപോർട്ട് റോഡിലും പണപ്പിരിവ് നടത്തുന്ന കാലവും വിദൂരമല്ല.
അതുകൊണ്ട് തന്നെ ഈ സിയാൽ കൊള്ളയ്ക്കെതിരെ ടൂറിസ്റ്റ് ടാക്സി ഓണേഴ്സ് അസോസിയേഷനും ഡ്രൈവേഴ്സ് അസോസിയേഷനും ഓൺലൈൻ ടാക്സി അസോസിയേഷനും ചേർന്ന് ശക്തമായ രീതിയിൽ നിയമ നടപടികളോ പ്രതിഷേധങ്ങളോ നടത്തിയാൽ മാത്രമേ ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ജനങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇടപെട്ട നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഒത്തിരി പട്ടിണി മരണങ്ങൾക്ക് കേരളം സാക്ഷ്യമാകേണ്ടി വരും.